എല്ലാവർക്കും AJ ഇലക്ട്രിക് യൂട്യൂബ് ചാനലിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ISP സോഫ്റ്റ് എങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നത്. പ്രോജക്റ്റ് നമ്മൾ ചെയ്യുന്നില്ല, നമ്മൾ എങ്ങനെ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ ഒരു പുതിയ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നത് മാത്രമേ നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കുന്നുള്ളൂ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ISP സോഫ്റ്റ് ഓൾറെഡി നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതെങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാമെന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന ആപ്ലിക്കേഷൻ നമുക്ക് സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യാം. ഇതാണ് നമ്മുടെ ISP സോഫ്റ്റ്, അതായത് ഡെൽറ്റ PLCയുടെ ലേറ്റസ്റ്റ് മോഡൽ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് എങ്ങനെ ഒരു പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാം എന്നതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഈ ആപ്ലിക്കേഷൻ ഇപ്പോൾ ഓപ്പൺ ആയി വരുന്നതേ ഉള്ളൂ, ഇച്ചിരി സമയം പിടിക്കും. നമ്മുടെ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഒരു വിൻഡോ ആയിരിക്കും നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ നമ്മൾ പുതിയ ഒരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഫയലിൽ ക്ലിക്ക് ചെയ്തിട്ട് ന്യൂ പോയിട്ട് Ctrl+N അങ്ങനെ നമുക്ക് ഓപ്ഷൻസ് കൊടുക്കാം. ഇനി അതല്ല, ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പുതിയൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വിൻഡോ ഇവിടെ ഓപ്പൺ ആയിട്ട് വരും. അപ്പൊ പ്രോജക്റ്റ് നെയിം നമുക്ക് ഇവിടെ കൊടുക്കാവുന്നതാണ്. അപ്പോൾ പ്രോജക്റ്റ് 1 എന്ന് വേണേൽ നമുക്ക് കൊടുക്കാം. പ്രോജക്റ്റ് 1 എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കൺട്രോളർ ടൈപ്പ്, DVP സീരീസ്, അതുപോലെ VFD, അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഒക്കെ നമുക്ക് കാണാൻ പറ്റും. നമ്മൾ DVP സീരീസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ PLCയുടെ ടൈപ്പ് ഇവിടെ ചോദിക്കുന്നുണ്ട്. ഒരുപാട് ടൈപ്പ് PLCയുടെ മോഡൽസ് ഒക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ ഏതാണോ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇപ്പൊ എന്റെ കയ്യിലുള്ളത് SA2 ആണ്. ജസ്റ്റ് SA2 എന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഡ്രൈവ് പാത്ത് നമുക്ക് കറക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. നമ്മുടെ പ്രോജക്റ്റ് ഒക്കെ നമുക്ക് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫയൽ ഫോർമാറ്റിൽ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഓക്കെ കൊടുത്തതിന് ശേഷം ഇതുപോലൊരു വിൻഡോ ഓപ്പൺ ആയിട്ട് വരുന്നതായിരിക്കും. എങ്കിൽ പോലും നമുക്ക് ഇവിടെ ലാഡർ ലോജിക് പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല. അപ്പൊ നമുക്ക് ഈ ലെഫ്റ്റ് സൈഡിലൊക്കെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പൊ ഈ പ്രോഗ്രാംസിൽ ക്ലിക്ക് ചെയ്തതിനു ശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ന്യൂ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണും. നമുക്ക് ന്യൂ ക്ലിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെയും കുറച്ച് ഡീറ്റെയിൽസ് ചോദിക്കുന്നുണ്ട്. ഇതൊന്ന് POU എന്ന് പറഞ്ഞ പ്രോഗ്രാം ഓർഗനൈസേഷൻ യൂണിറ്റ് എന്നാണ്. അതുപോലെ നമുക്ക് അവിടെയും ടൈറ്റിൽ കൊടുക്കാം എന്താണെന്നുള്ളത്. ഞാൻ ജസ്റ്റ് ടൈറ്റിൽ കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ പ്രൊട്ടക്ഷൻ ചോദിച്ചിട്ടുണ്ട്, അതായത് പാസ്വേഡ് പ്രൊട്ടക്ഷൻ. അതായത് നമുക്കൊരു പാസ്വേഡ് കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതായത് പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇനി പാസ്വേഡ് ഒന്നും വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് നോൺ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ സൈക്കിൾ ടാസ്ക് ഇവിടെ ചോദിച്ചിട്ടുണ്ട്. ഡീഫോൾട്ട് ആയിട്ട് നമ്മൾ സൈക്കിൾ ടാസ്ക് തന്നെയാണ് ഉപയോഗിക്കുന്നത്, എക്സിക്യൂഷൻ ടൈമും കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ രണ്ട് ടൈപ്പുള്ള ലാംഗ്വേജസ് നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റും. അതായത് ഒന്ന് ലാഡർ ലോജിക്കും അതുപോലെ സീക്വൻഷ്യൽ ഫംഗ്ഷൻ ചാർട്ടും. നമ്മൾ ലാഡർ ഡയഗ്രാം ആണ് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും POU കമന്റ്, അതായത് പ്രോഗ്രാം ഓർഗനൈസേഷൻ യൂണിറ്റ്. നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം എന്താണോ അതിനെപ്പറ്റി കുറച്ച് ഡിസ്ക്രിപ്ഷൻ, അതായത് നിങ്ങൾക്ക് ഷോർട്ട് ആയിട്ടൊക്കെ എന്തെങ്കിലും ടൈറ്റിൽ ചെയ്യുന്നുണ്ടെങ്കിൽ ജസ്റ്റ് പ്രോഗ്രാം റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ടൈപ്പ് ചെയ്ത് അവിടെ വെക്കാവുന്നതാണ്. അതിനുശേഷം ഓക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രോഗ്രാം ചെയ്യാനുള്ള ആ ഒരു വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. അപ്പൊ ഈ കാണുന്ന ഈ നെറ്റ്വർക്ക് 1 ഇവിടെയാണ് നമ്മൾ എന്ത് ചെയ്യണേ, പ്രോഗ്രാംസുകളിൽ ലാഡർ ലോജിക്കുകളൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് എങ്ങനെയാണ് ISP സോഫ്റ്റ് ഓപ്പൺ ചെയ്യുകയും അതിനുശേഷം ഒരു പുതിയ പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യേണ്ടേ എന്ന രീതിയൊക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത ക്ലാസ്സിൽ എങ്ങനെ നമുക്ക് ലാഡർ ലോജിക്കുകൾ, അതിന്റെ ബേസിക് ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ പഠിക്കാം. ഇവിടെ ഒരുപാട് ഫംഗ്ഷൻസ് ഒക്കെ കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പൊ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ ഇതുവരെയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.